അമ്മച്ചി ആദ്യം ഡ്രസ് മാറ്. ഗൈസ് ഇന്ന് ശരിക്കും ഞങ്ങൾ കുഞ്ഞിന്റെ അടുത്തേക്ക് പോണേ. ഒരു സർപ്രൈസ് സർപ്രൈസ് ആണ് കൊടുക്കാൻ പോണേ അല്ലേ. ശരിക്കും കുഞ്ഞിന്റെ അടുത്തേക്ക് പോണേ. എനിക്ക് എന്താ ഇതിനെ കാണാൻ തോന്നി. അതായത് ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞനല്ല അമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്ക് നമുക്ക് ഫോട്ടോ എടുക്കണം. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഇന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണം. അപ്പൊ അതിന് തിരിച്ചു പോകുന്ന വഴി നമ്മള് എന്താണ് സൂപ്പർ മാർക്കറ്റിൽ കാരണം കുറച്ച് അതാണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി. അപ്പൊ നമ്മൾ അതിന് പോവാണ്. ഓക്കെ, പോകുന്ന വഴിക്ക് നമ്മൾ പറയാം വളരെ ഫാസ്റ്റ് ഉള്ള സമിച്ച്. हे प्रभु ये क्या हुआ? അപ്പൊ ഗായ്സ് മറ്റേത് പറഞ്ഞില്ല. ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസൈൻസ് ഗായ്സ്. അപ്പൊ നമ്മള് പോവാണ്. ഇപ്പൊ സമയം ഇവിടെ വന്നിൽ ചത്ത വാച്ച് കേട്ടോ. അയ്യോ നമുക്കല്ലോ 1:30 ഇറങ്ങണം പറഞ്ഞാണ്ട് അമ്മച്ചിയുടെ ഡ്രസ് മാറ്റി അമ്മച്ചിന്റെ ഡ്രസ് മാറി ഉണ്ണിക്ക് പാലെടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് പോവാണ് ഗൈസ്. ഉണ്ണിക്ക് ഫോട്ടോ എടുക്കണം. നമുക്ക് കുറച്ച് സാധനം പിടിക്കാണ്ട് ലോട്ട് ഓഫ് വർക്ക്. എന്തടി ഞാനും കാണിച്ചു അതുകൊണ്ട് അമ്മച്ചി കേറിക്ക ഹസിക്കൂട്ടാ പൊക്കോടാ. നമുക്ക് പോവാടാ. നമുക്ക് ഫോട്ടോ എടുക്കാൻ പോടാ ഹസിക്കൂട്ടാ. അമ്മ പിടിച്ചോ. അപ്പൊ ഗായ്സ് അപ്പൊ നമ്മള് പോവാണ്. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാം. ചിലപ്പോ അതിന്റെ ഇടയിൽ വർത്താനൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ലാട്ടോ അല്ലേ. ഫോട്ടോ എടുക്കണ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ വർത്താനം പറയാല്ലേ. സോറി, വർത്താനം പറയാം. ഓക്കെ. അപ്പൊ ഗായ്സ് അപ്പൊ നമുക്കിനി മക്കളെ കാണൊക്കെ വഴിയേ കാണാം. ഞാൻ കാണിച്ചു തരാം. വേണ്ട അതെങ്ങനെയല്ലേ ഇരുന്നോട്ടാ. അതിപ്പോ ദൈവം സഹായിച്ച് കരയാണ്ടിരിക്കണ്ടത്. നമ്മൾ ആദ്യം സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ മേടിക്കാൻ പോണേ. എന്നിട്ട് മേടിക്കണം എന്ന് പറഞ്ഞപ്പോ അമ്മിച്ച് പറയാ അവിടെ എത്തിയിട്ട് കണ്ണിൽ കാണാതൊക്കെ അല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സാധനങ്ങള് അല്ല 2 പേരും കണക്ക് തന്നെയാ. ഒരു പ്രാവശ്യം വിക്സ് മേടിക്കണം എന്ന് പറഞ്ഞ പോയതാ. രൂപ 1000 ബില്ല് വന്നേ. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച അമ്മച്ചി പറയാം അമ്മച്ചിക്ക് പുതിയ സൂപ്പർ മാർക്കറ്റ് അമ്മച്ചിക്ക് കേറിയിട്ടില്ലെന്ന് കാണണം എന്ന് പറഞ്ഞ് കയറിയത്. അപ്പൊ ഞാൻ കയറണേലും പറഞ്ഞു കയറി കഴിഞ്ഞാൽ എന്തായാലും 1000 മിനിമം സാധനം മേടിക്കുന്നു. അതുപോലെ തന്നെ എത്ര രൂപ മേടിച്ചാലും എന്തിട്ടായാലും സാധനങ്ങൾ മേടിച്ചോ. 1000 മേളിൽ സാധനം മേടിച്ചോ. ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഒഴിവാക്കാൻ പറ്റാത്തതല്ലേ അത് പറഞ്ഞു. ഒഴിവാക്കാൻ പറ്റുന്നത് അതങ്ങനെയാണ്. അപ്പൊ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ആവശ്യം വരും. ഉപയോഗിക്കാം. അങ്ങനെയാണല്ലേ. അങ്ങനെയായിട്ട് അങ്ങനെ 30 ദിവസമുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ കേടാവും. ചെറുതില്ലല്ലോ. ബാക്കി പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ തിന്നോളില്ലേ. നമുക്ക് കുറുക്കുണ്ടാക്കി അത് ഇവിടെ ഉണ്ടാക്കുന്നത് കൊച്ചു പിടിക്കണ കാരണം കൊണ്ടാ. കേറി നോക്കാന്നാ എങ്ങട് ഞാനില്ല. അമ്മച്ചിക്ക് അറിയില്ല നമ്മളിത് കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നത്. കാരണം മീൻ മേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നാ. അതല്ല അമ്മച്ചി മീൻ മേടിക്കാൻ വേണ്ടി പോവാ. കപ്പലണ്ടി വേണ്ട. കപ്പലണ്ടി ചെപ്പാടെ തിന്ന് തൊണ്ടയിൽ നിറയ്ക്കും. തൊണ്ട ഞാൻ നിറക്കില്ല. ഞാൻ തൊണ്ടടക്കം തിന്നും. ഒരു 3 സമൂസയും ഒരു 4 സുഖിയൻ. നാടൻ. ചേച്ചി നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിയല്ലേ. അമ്മച്ചിക്ക് മനസ്സിലായില്ലാന്നുണ്ട് അമ്മച്ചിക്ക് ഇത്രയ്ക്ക് സാധനങ്ങൾ നമുക്ക് തിന്നാണെന്ന് വിചാരിച്ചിട്ട് അമ്മച്ചിരിക്കണേ. സ്വാഭാവികമല്ല ഞാനിരുന്ന് തിന്നോന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് വണ്ടി കയറി പിന്നെ തിന്നാം. കൊച്ചിനും പിടിച്ചാ ഞങ്ങക്ക് കഴിച്ചിട്ട് ഞാൻ കൊച്ചിനെ പിടിക്കുമ്പോ നിങ്ങൾ കഴിച്ചോ. ഞാനല്ലേ ഇങ്ങോട്ട് വന്നേ അല്ലേ. മേടിച്ചേക്കണ സാധനങ്ങള് പറയാ. ബില്ല് എത്രയായിരുന്നു ചേച്ചി? എത്ര രൂപയുണ്ട് ചേച്ചി ബില്ല്? എന്തടി നീ എന്തിനാ കാണിക്കണേ? കൂട്ടാ ഇറ്റ്സ് ടൈം ഫോർ സർപ്രൈസ് റിവീൽ. ഗൈസ്
സർപ്രൈസ് കാര്യം പറയാൻ പോവാ. എന്നിട്ടാ അമ്മച്ചി എന്നിട്ടായിരിക്കും ഗസ് ഉണ്ട് അമ്മച്ചിയെ? നിങ്ങളുടെ സർപ്രൈസ് നിങ്ങൾക്ക് അറിയോ? നമ്മള് സാധാരണ സർപ്രൈസുകളൊക്കെ റിവീൽ ചെയ്യാറുള്ളത് തോണിക്കോല വെച്ചിട്ടാ. എന്നിട്ടാ കഴിഞ്ഞ പ്രാവശ്യം മാൾഡീവ്സിൽ പോകാനായിട്ട് നമ്മൾ ടോണിക്കോല് കൊണ്ടുപോയി പറഞ്ഞു ഞങ്ങൾ മാൾഡീവ്സിൽ പോവാണ് ഗൈസ്. അമ്മച്ചിയോട് അപ്പച്ചനോട്. എന്നിട്ടാ നമ്മൾ ഇവിടുന്ന് പോണത് എവിടേക്കാന്നറിയോ? നമ്മള് കുഞ്ഞിന്റെ അടുത്തേക്ക് പോണേ. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറയിപ്പിച്ചു. പറഞ്ഞതൊക്കെ പറഞ്ഞ പോലെ തന്നെ അതിന് മാറ്റൊന്നുമില്ല. അല്ല അമ്മച്ചി പ്രതീക്ഷ ഉണ്ടായി നമ്മള് പോകുന്നു. നല്ലതാ നല്ലതാ നല്ലതാ. തിരിച്ച് വേണ്ട ഇത് തിരിച്ചു വെച്ചു കൊടുത്താ അമ്മച്ചി. നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്നെ കണ്ടോന്ന് അറിഞ്ഞൂടാ, കാരണം ഫ്രണ്ടിൽ നിന്ന് ഇവിടെ അങ്ങോട്ട് വെയിലടിക്കിട്ട് നല്ലോണം. അതെ, അപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഇറങ്ങി. അപ്പോഴാണ് അമ്മച്ചി അറിഞ്ഞത്. മറ്റേ അമ്മച്ചി പറഞ്ഞില്ല പഞ്ചാബി സമൂസ, അത് കഴിക്കണം. അമ്മച്ചി കഴിക്കാഞ്ഞ അത് മറന്നുപോയതോ. അപ്പൊ അമ്മച്ചി വിചാരിച്ചു നമ്മൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇരുന്ന് തിന്നാനാണ്. പക്ഷെ എനിക്കറിയാം അതല്ല, അങ്ങോട്ട് വാങ്ങി നമ്മള് കാരണം 10 മറ്റേ സാധനം മേടിച്ചു. വേറെ സാധനങ്ങൾ സമൂസയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മച്ചി വിശ്വസിച്ചു അല്ല അമ്മച്ചി? അതെ, നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാനാന്ന് വിചാരിച്ചു. വൈകുന്നേരം വന്നിട്ടായിരിക്കും. അതെ, അപ്പൊ പിന്നെ അപ്പൊ നമ്മളത് അങ്ങോട്ട് വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് പോവാണ്. അവന് ഇന്നലെ ഇഞ്ചക്ഷൻ കുത്തിയ കാരണം കൊണ്ട് പനി അവൻ നിലത്ത് കിടക്കണല്ലേ. 3 കുത്തി. രാവിലെ പൊന്നൂസ് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതെ, വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് പൊന്നൂസ് പറഞ്ഞത്. അല്ല, എനിക്ക് ഇന്നലെ തൊട്ട് വീഡിയോ കണ്ടപ്പോ ഞാൻ അവന്റെ വീഡിയോസ് എടുത്ത് കാണായിരുന്നു. അപ്പൊ എനിക്ക് അതിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ കാണണം, നമുക്ക് പോവാന്ന് പറഞ്ഞു ഞാന്. അപ്പൊ അങ്ങനെ നമ്മള് പോന്നതാണ്. പെട്ടെന്ന് തീരുമാനിച്ചു നമുക്ക് പോവാ, കുഞ്ഞിനെ കാണാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ സർപ്രൈസ് ആയി അമ്മച്ചിയെ? അമ്മച്ചിക്ക് സർപ്രൈസ് ആയി അമ്മച്ചി? പ്രതീക്ഷിച്ചിരുന്ന പോകുന്ന ഇല്ല. അല്ല ഇത് നമുക്കറിയാം, ഇതിന് വലിയൊരു സർപ്രൈസ് അല്ലാന്ന് അറിയാം. പക്ഷെ എന്നാലും കൂടി ഒരു കുഞ്ഞു സർപ്രൈസ്. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്ത് ആഗ്രഹിക്കണ സാധനം കിട്ടുമ്പോ അതിനൊക്കെയുള്ള സർപ്രൈസ് എന്ന് പറയുന്നത് അത്രയൊക്കെയുള്ളു. അത് നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അമ്മച്ചിക്ക് വിചാരിച്ചില്ല. അങ്ങനെ അമ്മച്ചി പറഞ്ഞു. അല്ല അമ്മച്ചി വിചാരിച്ചു എന്നിട്ട് ചാലക്കുടി എത്തുമ്പോ അപ്പൊ ഇങ്ങനത്തെ മരുമോളെ കിട്ടിയാലും നന്ദി പറ കർത്താവിനോട്. അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾക്കല്ല പ്രശ്നം, കാണുന്ന ആൾക്കാർക്ക് പ്രശ്നം. നിങ്ങൾ തല്ലി പിടിക്കാത്തോട്ടത്. പൊന്നൂസ് ഇങ്ങനെ സംസാരിക്കണു, അമ്മായിമോട് അങ്ങനെ സംസാരിക്കണു, ഇങ്ങനെ സംസാരിക്കുന്നു, ഭയങ്കര പരാതിയാ. അമ്മച്ചി കാണാറുണ്ടത്? എല്ലാ കമന്റും കാണാറുണ്ട്. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അമ്മച്ചിക്ക് പ്രശ്നമില്ല, പൊന്നൂസിനും പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമില്ല. കാണുന്ന ആൾക്കാർക്ക് പ്രശ്നം. എന്ത് ചെയ്യാനാ? നിങ്ങൾ പറയല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ? എവിടെയാ കുഞ്ഞനെ? എവിടെയാ കുഞ്ഞനെ? ഉറങ്ങാ ആരടുത്തേക്ക്? എന്താ ഹസിക്കുട്ടിന്റെ ഉറക്കം കഴിഞ്ഞ? ഹസിക്കുട്ടിന്റെ ഒക്കെ കഴിഞ്ഞ? ഇത് എന്നിട്ട് ഇവിടെ കുത്തിയ മോനെ? നീ ഒരേ പോലത്തെ സ്ഥലം നേരത്തെ പൂവാടി അവര് മറ്റേ നിങ്ങൾ വന്നതല്ലേ? അവര് നിന്നെ മറ്റന്നാൾ വരണ്ട തിരിച്ചടന്ന് ഉറങ്ങണപ്പോ ലാവനല്ല അറ്റത്ത് കൊണ്ടുവരുത്തിരിക്കും. ഒറ്റ ആര് കയ്യിലാ വിളിച്ചായിട്ട് പോകും. പക്ഷെ കുറച്ച് പോയിരിക്കില്ല കേട്ടാ. ഇപ്പൊ എന്തായാലും പോകുന്നുണ്ട്. ഇവിടെ വറുത്തതാ മട്ടൻ കറക്കണടി. ചൂടാറട്ടെ, കുറച്ചേരം അവിടെ വെക്കുക, അപ്പൊ ചൂടാറിക്കോളും. നല്ല പച്ചവളായിട്ട് വന്നു ഫ്രിഡ്ജിലുണ്ട് വെക്കണം. ഹസിക്കുട്ട അണ്ടിപ്പരിപ്പ് നല്ലതാ. വീട്ടിലത്തെ പത്തത്തിൽ നിർത്തല്ലേ നീ? ഒന്നുമില്ല, അവിടെ ഇത് വെച്ചതാ ബ്രിഡ്ജ്. ഫ്രിഡ്ജാ? എന്ത് ഫ്രിഡ്ജ്? അല്ലെങ്കിൽ കയറി കിടക്കും. അങ്ങടെ പോണാള് തിരിഞ്ഞു പറഞ്ഞു പോ. ആണോടാ ഹസിക്കുട്ട? എന്തിനാ കുറുകണേ? കുഞ്ഞാ ടാറ്റ. കുറുകല് മാറിയാ? കുഞ്ഞാ ടാറ്റ.
വെള്ളം കൊടുത്ത ഇവിടെ കൊണ്ട് കെട്ടില്ല. ആ ഏ സാധനങ്ങള് ആ ടൂൾസുകളുടെ ബാഗ്, എന്തൊരു സാധനങ്ങളോ ബാഗ്. എന്നാ നീ അല്ല സാധനങ്ങളൊക്കെ എടുത്താ എല്ലാം എടുത്തിട്ടുണ്ട് ടൂൾസ് ഒക്കെ എടുത്താ വാച്ചില്ല ഞാൻ അതെ വന്നപ്പോട്ടുള്ള ടൂൾസ് ഒക്കെ എടുത്തില്ലേ എടുത്തിട്ടുണ്ട്. ബാഗും കിറ്റ് സാധനങ്ങളൊക്കെ എല്ലാം എടുത്തില്ലേ അമ്മച്ചി വാ പൂവാ അപ്പൊ കേറല്ലേ നീ വണ്ടി ഇറക്കി വണ്ടി ഇറക്കിട്ട് കയറണുള്ളൂ. ഓക്കെ അപ്പൊ ടാറ്റ കുഞ്ഞ ടാറ്റ പോട്ടെ പോട്ടെ തക്ക് പോട്ടെ ഡേ പോട്ടെ ബൈ ബൈ കേറുന്നു ഡ്രസ് താഴ്ത്തിട്ട് ഫോട്ടോ എടുക്കട്ടെ നിന്റെ ഫോട്ടോ എടുക്കട്ടെ ഇത് അത്രയ്ക്കുള്ള കേസ്. അതേ ഹസിക്കൂട്ടന്റെ ഫോട്ടോ വന്ന് എടുത്തു അല്ലേ എന്താ ബൈ അപ്പൊ കേസ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ടാറ്റ ബൈ ബൈ സി യു ഗുഡ് നൈറ്റ് കൊണ്ടുപോയി ടാറ്റ ബൈ ഹസിക്കൂട്ടാ ടാറ്റ പറഞ്ഞടാ ടാറ്റ പറഞ്ഞു ഓക്കെ പൊന്നിസപ്പ് തലയിറങ്ങി വീഴും.